ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. ദളപതി എന്ന സിനിമ റിലീസ് ചെയ്തു. കാര്യമായ ചലനങ്ങളൊന്നുമില്ലാതെ തിയേറ്ററുകളിൽ നിന്ന് വിട്ടു പോകുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം രജനീകാന്തിൻ്റെ 74ാമത്തെ പിറന്നാൾ പ്രമാണിച്ചിട്ടാണ് ആ സിനിമ തമിഴ്നാട്ടിലും കേരളത്തിലും റിലീസ് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളുണ്ട്. കേരളത്തിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ വരെ പോയിട്ടില്ല. കാരണം ഞാൻ അറിഞ്ഞത് അനുസരിച്ചിട്ട് ആ സിനിമ 4K നല്ല രീതിയിൽ ചെയ്തിട്ടൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കണ്ടവരുടെ അഭിപ്രായം അനുസരിച്ച് നോക്കുന്ന സമയത്ത് ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ കാര്യമായിട്ടുള്ള ഒരു പരസ്യം ചെയ്യാനും മറ്റുള്ളതിനൊന്നും മുതിർന്നിട്ടില്ല. അപ്പോൾ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു പ്രിൻ്റ് എടുത്ത് കേരളത്തിൽ റിലീസ് ചെയ്യാൻ മാത്രമാണ് താല്പര്യം കാണിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യമായിട്ടുള്ളൊരു ചലനം കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്തത്. അല്ലാതെ ദളപതി എന്ന സിനിമ ഗംഭീര സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാം. കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. പക്ഷേ ക്ലാരിറ്റി വളരെ മോശമാണെന്നാണ് പൊതുവെ കേൾക്കുന്ന അഭിപ്രായം. അപ്പോൾ മമ്മൂക്കയുടെ സിനിമ ഈ സിനിമ എന്താ പറയുക, ഈ സിനിമ ചെയ്യുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാരണം മലയാള സിനിമ ആയിട്ടുള്ളൊരു സിനിമയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിതരണക്കാർക്കും കാര്യമായിട്ടുള്ള താല്പര്യമൊന്നും ഉണ്ടാവില്ല ആ സിനിമ വളരെ നല്ല രീതിയിൽ 4K ആക്കിയിട്ട് ഇറക്കാൻ. വല്യേട്ടൻ എന്ന സിനിമ പരമാവധി അതിൻ്റെ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള അമ്പലക്കര ബൈജു വളരെ നല്ല രീതിയിൽ തന്നെ 4K ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ പരസ്യം ചെയ്തു. പക്ഷേ ആ സിനിമയുടെ പ്രശ്നം എന്നുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ നേടിയെങ്കിലും ആ സിനിമ കോമൺ ആയിട്ട് എല്ലാവരും കണ്ടിട്ടുള്ള സിനിമ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. വലിയേട്ടൻ കാണാത്ത ഒരു കൊച്ചു കുഞ്ഞു പോലും ഉണ്ടാവില്ല, ജനിച്ച കുട്ടികൾ കണ്ടുണ്ടാവും. അത്രമാത്രം എല്ലാവരും കണ്ട സിനിമയാണ് ദളപതി. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അന്ന് കാലത്തെ വമ്പ ഹിറ്റൊന്നുമല്ല ദളപതി ഒരു വെറൈറ്റി സിനിമ ആയതുകൊണ്ട് നല്ല സിനിമയാണെന്ന് മാത്രം. അല്ലാതെ രജനീകാന്തിൻ്റെ മറ്റുള്ള തട്ടുതകപ്പൻ സിനിമകളെ പോലെയുള്ള സിനിമയല്ല. പക്ഷേ നല്ല ക്വാളിറ്റി സിനിമയാണെന്ന് മാത്രം. പക്ഷേ അതിപ്പോൾ രണ്ടാമത് വന്ന സ്ഥിതിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുവിധ ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കാണുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ പരസ്യം കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റിയിൽ 4K ഒക്കെ ചെയ്തിട്ട് ഇറക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ നല്ല രീതിയിൽ പരസ്യം ചെയ്താൽ മാത്രമേ ജനങ്ങൾ കാണാനും കാര്യങ്ങളും നടക്കുകയുള്ളൂ. അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ നമ്മൾ ഇനിയെങ്കിലും മമ്മൂക്കയുടെ പഴയ സിനിമകൾ ഒന്നാമത് മമ്മൂക്കയുടെ ഞാനൊക്കെ മുമ്പേ പറയാനുള്ളത് വെച്ചാൽ മമ്മൂക്കയുടെ പഴയ സിനിമകളോടല്ല ആളുകൾക്ക് താല്പര്യം, മമ്മൂക്കയുടെ പുതിയ സിനിമകളോടാണ് താല്പര്യം. ഇഷ്ടംപോലെ സിനിമകൾ ഇറങ്ങാറുണ്ട്. ഇപ്പോൾ ബറോസ് ഇറങ്ങാറുണ്ട്. ബറോസ് എപ്പോഴും ബറോസ് എന്ന് പറയും. കാരണം ബറോസും ബസൂക്കയും ഏകദേശം സെയിം പേരായതുകൊണ്ട് തന്നെ ബറോസെന്നും ബസൂക്ക എന്നൊക്കെ തെറ്റി പറയും. സോറി, ക്ഷമിക്കണം. കാരണം ബറോസ് നമുക്കൊരു പ്രതീക്ഷയില്ലാട്ടോ. ലാലേട്ടനെ എനിക്ക് ഒരിക്കലും ലാലേട്ടനെ വെറുക്കുന്ന ആളൊന്നുമല്ല. ഞാൻ അത്ര ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ്. ഒരു മമ്മൂട്ടി ഫാനാണെങ്കിലും ഒരിക്കലും മോഹൻലാലിനെ ഇഷ്ടപ്പെടാത്തതോ കുറ്റം പറയുന്ന ഒരാളല്ല. പക്ഷെ മോഹൻലാൽ ഫാൻസുകാരോടാണ് അന്നും ഇന്നും എനിക്ക് എതിർപ്പുള്ളൂ. അപ്പോൾ ബറോസ് എന്ന സിനിമ നമുക്ക് കണ്ടിട്ട് അതിൻ്റെ കുറേ എന്താ പറയുക, അതിൻ്റെ ട്രെയിലറും ടീസറും ഇതൊക്കെ കണ്ടിട്ട് ഒരു പ്രതീക്ഷയുമില്ല. പക്ഷേ ബസൂക്ക നല്ല പ്രതീക്ഷ ഉള്ള സിനിമയാണ്. എന്നാൽ ജനങ്ങൾക്ക് മറ്റുള്ളവർക്കും ആർക്കും അധികം പ്രതീക്ഷയില്ല. അത് പ്രതീക്ഷയില്ലാതിരിക്കാനാണ് നല്ലത്. അത് നല്ലൊരു പ്രതീക്ഷയുള്ള സിനിമയാണ്. എന്തായാലും അത് ഏപ്രിൽ മാസത്തോടൊക്കെ വരുള്ളൂ എന്ന് വിചാരിക്കാൻ കഴിയുന്നത്. അതിന് മുമ്പ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ സിനിമ ഗൗതം വാസുദേവ മേനോൻ്റെ സിനിമ ആയതുകൊണ്ട് മാത്രം നമുക്ക് പ്രതീക്ഷയുണ്ട്. അതിൻ്റെ ടീസർ നമുക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പബ്ലിക്കായിട്ട് ആദ്യമായിട്ടാണ് മോശമായി എന്നുള്ള രീതിയിൽ ഒരു ടീസറിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചപ്പോൾ അതൊരു എന്താ പറയുക, വെറൈറ്റി കുറ്റാന്വേഷണ സിനിമയാണെന്നും അറിയാൻ സാധിച്ചത്. അപ്പോൾ ആ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണെന്നൊക്കെ അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും ആ സിനിമ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൂടാതെ ആദ്യം ആ സിനിമയാണ് വരാൻ സാധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അതിനേക്കാളും കൂടുതൽ താല്പര്യമായിട്ട് നിൽക്കുന്ന ജിതിൻ കെ ജോസ് എന്ന സംവിധായകൻ്റെ സിനിമയിൽ മമ്മൂക്ക വില്ലനായിട്ട് അഭിനയിക്കാൻ പോകുന്ന സിനിമ നല്ല പ്രതീക്ഷയാണുള്ളത്. അതിലൊന്ന് രണ്ട് വീഡിയോ നമ്മൾ സൈനഡ് മോഹൻ എന്നൊക്കെ പറഞ്ഞ സംഭവം കണ്ടു. അത് അത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. പക്ഷെ ഒരു വില്ലനായുള്ളൊരു കഥാപാത്രം ആണ് മമ്മൂക്ക ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയാൻ സാധിച്ച സ്ഥിതിക്ക് എന്തായാലും മമ്മൂക്ക വില്ലൻ വേഷം കെട്ടിയാടിയാൽ സൂപ്പറാവുമെന്ന് നമുക്ക് പറയാം. ഏത് സിനിമയായാലും ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ അഭിമാനമായിട്ടുള്ള കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇറങ്ങിയുള്ള ബ്രഹ്മയുഗം എന്ന സിനിമ, അതിലെ വില്ലനായിട്ടുള്ള മമ്മൂക്കയുടെ പ്രകടനം നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അവാർഡ് പോലും
കൊടുത്തില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ളതായിരിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ സിനിമയ്ക്കാണ് ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പേരിടാത്ത സിനിമ. അതേപോലെ തന്നെ ബസൂക്കയ്ക്കും വേണ്ടി നല്ല രീതിയിൽ കാത്തിരിപ്പാണ്. അതൊക്കെയാണ് ഇറക്കി വിടേണ്ടത്. പഴയ സിനിമകൾ ഇറക്കുകയാണെങ്കിൽ തന്നെ നമ്പർ 1 ആയിട്ട് ആദ്യം തന്നെ ഇറക്കേണ്ട സിനിമ ദ കിങ് ആണ്. കിങ്ങിൻ്റെ ഒക്കെ കുറേ ഭാഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും, ഫേസ്ബുക്കിലും മറ്റും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഓരോ ഡയലോഗും കിങ്ങിലത്തൊക്കെ ഡയലോഗ് നമുക്ക് കാണാപ്പാടാണ്. ഇത്രയും നല്ല ഡയലോഗുള്ള സിനിമ മലയാള സിനിമയിൽ വന്നിട്ടില്ല. ഗംഭീര സിനിമയാണ്. ഞാനൊക്കെ ആ സിനിമ കാണുമ്പോൾ 3.5 മണിക്കൂറാണ് ഫസ്റ്റൊക്കെ കണ്ട 3.5 മണിക്കൂറിന് മുകളിലുണ്ടാകുന്ന സിനിമയാണ്. പിന്നെ ഏകദേശം 3 മണിക്കൂർ 3.25 മണിക്കൂറൊക്കെ 10-20 മിനിറ്റ് കട്ട് ചെയ്ത് കളഞ്ഞ സിനിമയാണ്. അപ്പോൾ അത്ര ഗംഭീര സിനിമകൾ കിങ്, അതുപോലെ തന്നെ സിനിമകൾ ന്യൂഡൽഹി, അങ്ങനെയുള്ള സിനിമകളൊക്കെ വന്നിട്ട് ആ സിനിമകൾ കാര്യമായിട്ട് വിജയിച്ചില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറ്റം പറയാം. അമരം, വടക്കം വീരഗാഥ, അങ്ങനെയുള്ള സിനിമകൾ അതൊക്കെ ക്ലാസിക് സിനിമകളാണ്. വീണ്ടും വീണ്ടും ആളുകൾക്ക് കാണാൻ 4K നല്ല രീതിയിൽ ചെയ്തു വരികയാണെങ്കിൽ ഗംഭീരമാകും. രാജമാണിക്യം, ഇതൊക്കെയാണ് എന്താ പറയുക, റീവാച്ച്, അതായത് വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ. അങ്ങനത്തെ സിനിമകൾ വരട്ടെ. എന്തായാലും ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ, തൃശ്ശൂർ.